ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രീ എനർജിയാണ്. ഫ്രീ എനർജി എന്നാൽ 50% ഫ്രീ ആണ് നമ്മൾ എനർജി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് പകരം നമ്മൾ ചെറിയൊരു വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ മോട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 വോൾട്ടിൻ്റെ ഒരു മോട്ടർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ 3 വോൾട്ടിലേക്ക് 3 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ലിപ്പോ ബാറ്ററി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ 3 വോൾട്ടിൻ്റെ അതുപോലെ ഒരു കണക്ടറും യൂസ് ചെയ്യുന്നുണ്ട് മോട്ടർ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് ചെറിയ മോട്ടറിൽ നമ്മൾ ചെറിയൊരു പവർ കൊടുത്തിട്ട് നമുക്ക് 12 വോൾട്ടും 9 വോൾട്ടായിട്ടുള്ള ഒരു സ്ട്രിപ്പ് LED കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ സ്ട്രിപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നമ്മൾ ഡയറക്റ്റ് ഇവിടെ കത്തിച്ച് കാണിച്ചു തരികയാണ്. ആ ഒരു ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നില്ല, തൽക്കാലം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചിട്ട് ഈ ഒരു 3.7 വോൾട്ടിൻ്റെ ബാറ്ററി കൊണ്ട് ഈ ഒരു സ്ട്രിപ്പ് നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കത്തിച്ച 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ കത്തിച്ച പോലെ ഈ 3.7 വോൾട്ടിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ ഈ രണ്ട് മോട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 12 വോൾട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 50% ഫ്രീ എനർജിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഈ 12 വോൾട്ടിൽ നിന്ന് ഈ സ്ട്രിപ്പ് കത്തിച്ച പോലെ തന്നെ നമുക്ക് 3.7 വോൾട്ടിൻ്റെ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ കത്തിച്ച് നോക്കണം. അപ്പോൾ നേരെ കത്തുന്നില്ല. അത് കാരണം ഇതിലേക്ക് ഒരു 8 വോൾട്ടെങ്കിലും ഉണ്ടെങ്കിലേ കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയും ഈ ലിപ്പോ ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ലിപ്പോ ബാറ്ററിയും അതുപോലെ തന്നെ ഈ രണ്ട് മോട്ടറുകളും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ നേരെ നമ്മൾ ഈ രണ്ട് മോട്ടറുകൾ നമ്മൾ അതിൻ്റെ ഷാഫ്റ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിന് കണക്ടർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണ്. ഒന്ന് നമ്മൾ എല്ലെങ്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടും മറ്റേത് നമ്മൾ സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു കണക്ടർ ഉപയോഗിച്ചാണ് ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ കണക്ടർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഡ്രില്ലിൻ്റെ ബിറ്റൊക്കെ ഇടുന്ന ഭാഗത്ത് നമ്മൾ മറ്റേ ചെറിയ 3.3 വോൾട്ടിൻ്റെ മോട്ടർ പാട് അതിൻ്റെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം ഈ രണ്ട് മോട്ടറുകളും തമ്മിൽ ഒരു ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ഈ മറ്റേ മോട്ടറിൻ്റെ ഷാഫ്റ്റും കറങ്ങിയിട്ടാണ് കറണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ മോട്ടറിലേക്ക് നമ്മൾ 3.7 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇതിൻ്റെ ഷാഫ്റ്റ് കറങ്ങി. അപ്പോൾ അതിൻ്റെ 12 വോൾട്ടിൻ്റെ മോട്ടർ ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഏകദേശം 12 വോൾട്ടിൻ്റെ അടുത്ത് ഏകദേശം 9 വോൾട്ടൊക്കെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് ഈ മരത്തടിയിൽ ഈ രണ്ട് മോട്ടറും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. കാരണം ആ ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് മോട്ടർ തമ്മിൽ അനങ്ങാൻ പാടില്ല, ഷാഫ്റ്റ് മാത്രമേ കറങ്ങാവൂ. അതുകൊണ്ട് അത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് രണ്ട് മോട്ടറും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തതിന് ഫലമായിട്ട് രണ്ട് ഷാഫ്റ്റും മാത്രമേ കറങ്ങുന്നുള്ളൂ. മോട്ടർ അവിടെ ഫിക്സാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം നമ്മൾ 3 വോൾട്ട് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് വൈദ്യുതോർജ്ജത്തെ കാന്തികോർജ്ജമാകുകയും അതേ സമയത്ത് തന്നെ രണ്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. വീണ്ടും തന്നെ ഈ ഷാഫ്റ്റ് കറങ്ങിയിട്ട് നമ്മുടെ കാന്തികോർജ്ജത്തെ വൈദ്യുതോർജ്ജവും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വോൾട്ടേജിനെ വലിയൊരു വോൾട്ടേജ് ആക്കി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ രണ്ട് മോട്ടറുകൾ നമ്മൾ ചെയ്യുന്നത്. ചെറിയ മോട്ടർ ഒരു കാന്തികബലം കൊടുക്കുന്ന സമയത്ത് ആ വലിയ മോട്ടറിലേക്ക് കാന്തികബലം വന്നിട്ട് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ട്രിപ്പിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മളുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ്. സ്ട്രിപ്പിൻ്റെ പോസിറ്റീവ് മോട്ടറിൻ്റെ പോസിറ്റീവിലും സ്ട്രിപ്പിൻ്റെ നെഗറ്റീവ് മോട്ടറിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണ്. അതുപോലെ ഇതൊരു സർക്യൂട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ആവശ്യമുണ്ട്. ആ സ്വിച്ചും നമ്മൾ ഈ പലകേൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കുള്ള കണക്ഷനുള്ള ബാറ്ററി ലിപ്പോ ബാറ്ററി അല്ല 3.7 വോൾട്ടിൻ്റെ ഈ ലിപ്പോ ബാറ്ററി നമ്മൾ
ഈ പലകയുടെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തിക്കുന്ന സമയത്ത് ഒന്ന് തൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ ഇട്ടിട്ട് ഈ സ്വിച്ചും ബാറ്ററിയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഈ നമ്മുടെ 3 വോൾട്ടിൻ്റെ മോട്ടറിൻ്റെ പോസിറ്റീവിലേക്ക് ജോയിൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് കണക്ഷൻ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു തലക്കിലും അതുപോലെ സ്വിച്ചിൻ്റെ മറ്റേ തലക്കിലേക്ക് മോട്ടറിൻ്റെ കറുപ്പും നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇപ്പം ബ്രൈറ്റ് തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, പക്ഷേ വെളിച്ചമുള്ളത് കൊണ്ടാണ് അറിയാത്തത്. കാണുന്നുണ്ട് അതിൻ്റെ 2 കപ്ലറും ഇപ്പോൾ ഓഫാക്കി നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വെച്ചിട്ട് ഇപ്പോൾ സർക്യൂട്ട് വർക്കിങ്ങിലാണ്. നമുക്ക് ഏകദേശം 9.34 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അത് ലോഡിലാണ്, നമുക്ക് ലൈറ്റ് കത്തിയ ഔട്ടിൽ ലോഡിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10-12 വോൾട്ട് വരെ ഉണ്ടാവും ലോഡില്ലാതെ. കാണാം ഈ ഇതിൻ്റെ കപ്ലർ കണക്ട് ചെയ്ത സമയത്ത് അതൊന്ന് ടച്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ ലൈറ്റ് ഡിമ്മായത് കാണാം നമുക്ക് പിടിച്ച് വെക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതൊന്ന് വെളിച്ചമില്ലാത്തടത്തുനിന്ന് വെച്ച് ഇപ്പോൾ കറങ്ങുമ്പോൾ വെളിച്ചം നമുക്ക് കറക്റ്റ് അറിയാം. ഇപ്പോൾ ഞാൻ അത് കുറച്ച് ഇരുട്ടുള്ള മുറിയിലേക്ക്, അതായത് പുറത്തുനിന്ന് മുറിയിലേക്കാണ് പോയത്. ഇരുട്ടല്ല, എന്നാലും ശരിക്ക് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.